ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഞങ്ങൾ കതിരിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. മക്കൾക്ക് ഫസ്റ്റ് അടിച്ചിട്ടുണ്ട്. ജില്ലയിൽ നിന്ന് നമുക്ക് സ്റ്റേറ്റിലേക്ക് സെലക്ട് ആയിട്ടുണ്ട്. മക്കളെ ഡാൻസിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊരു ചിലവ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് പേരൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 4-5 പേരും കൂടി എത്താനുണ്ട്. അപ്പോൾ ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മക്കളൊക്കെ നല്ല ഹാപ്പിയിലാണ് കേട്ടോ. ഇത് മാഷാണ്, ഇവരൊക്കെ മാഷ്മാരാണ് കേട്ടോ. ഇത് നമ്മൾ അഭിലാഷ് മാഷാണ്. പിന്നെ ഇപ്പുറത്ത് നിൽക്കുന്ന 3 പയ്യന്മാരാണ് കേട്ടോ നമ്മളെ ഡാൻസിൽ ചെണ്ട കൊട്ടിയിട്ടുണ്ടായിരുന്നത്. ആ കുട്ടികളെ കുറിച്ച് പറയാൻ വാക്കുകളിൽ, അത്ര നന്നായിട്ട് കൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ അനുശ്രീ ടീച്ചർ എത്തിയിട്ടുണ്ട് കേട്ടോ. മക്കളെ ഡാൻസ് പഠിപ്പിക്കുന്ന ടീച്ചറാണ്. അപ്പോൾ ക്ലാസിക്കലായിട്ടാണ് കേട്ടോ ടീച്ചർ പഠിപ്പിക്കുന്നത്. അപ്പോൾ കലാമണ്ഡലമാണ് കേട്ടോ. ടീച്ചർ വന്നപ്പോഴത്തേനും ടീച്ചറോട് സന്തോഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കളിച്ച ഡാൻസ് വെച്ചാൽ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട മലപുലയാട്ടം എന്ന് പറഞ്ഞ ഡാൻസാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് അനുശ്രീ ടീച്ചറല്ല പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നാടൻ പാട്ടുകാരനായ നമ്മൾ അഭിലാഷ് മാഷാണ് കേട്ടോ. മാഷ് പഠിപ്പിച്ച ഇരുള നൃത്തം, പണിയ നൃത്തം, അതേമാതിരി മലപുലയാട്ടം, ഇങ്ങനത്തെ എല്ലാ ഐറ്റത്തിനും നമുക്ക് ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മാഷ് എല്ലാ ടീമിനും പഠിപ്പിച്ച അത്രയും ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നല്ല ഹാപ്പിയിലാണ്. മാഷ്മാരുണ്ട്, രക്ഷിതാക്കളുണ്ട്, കുട്ടികളും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെ ഒരു ചെറിയൊരു പാർക്ക് ഉണ്ട് കേട്ടോ, കതിരാണ്. അപ്പോൾ വലിയോടത്തേക്കൊന്നും നമ്മൾ പോയിട്ടില്ല. അപ്പോൾ അവിടെ ഫുഡൊക്കെ കിട്ടും. അപ്പോൾ കുറച്ച് നേരം മക്കളെയൊക്കെ കൊണ്ട് അതിലേക്കൊന്ന് നടക്കാം, പിന്നെ നമുക്ക് ഫുഡും കഴിച്ച് പോരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാ മക്കളുണ്ടായിരുന്നു, മാഷ്മാരും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, രക്ഷിതാക്കൾ ഒരു 3-4 പേരേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, ബാക്കിയുള്ള പേരുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല ഹാപ്പിയിലാണ് കേട്ടോ മക്കളൊക്കെ. ഈ സന്തോഷം വേറെ, പിന്നെ നമുക്ക് പ്രൈസ് അടിച്ചല്ലോ അതിൻ്റെ സന്തോഷം വേറെ കേട്ടോ. അങ്ങനെ ഞങ്ങളായിക്കൂടെയൊക്കെ കുറേ നേരം നടന്ന് പേടിയുണ്ടായിരുന്നു കേട്ടോ. തൂക്കുപാലത്തും കൂടെയൊക്കെ പോകുമ്പോൾ ഭയങ്കരമായിട്ട് പേടിയുണ്ടായിരുന്നു. അങ്ങനെ ആയിക്കൂടെയൊക്കെ നടന്ന് ഫോട്ടോ ഒക്കെ എടുത്ത്, പിന്നെ നമുക്ക് ഇരിക്കാനായിട്ട് കുറച്ച് ഒരു സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്ന് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കേട്ടോ. നമുക്ക് ഡാൻസിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം സംസാരിച്ചു. ഇനി പ്രാക്ടീസ്, നമ്മൾ സ്റ്റേറ്റിക്കുള്ള പ്രാക്ടീസും എല്ലാം സംസാരിച്ച്, പിന്നെ ചില ആൾക്കാർക്കൊക്കെ വീഡിയോയിലൊക്കെ നിൽക്കാൻ മടിയൊക്കെ ഉണ്ടായിരുന്നു, മുഖം പൊത്തിയൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഏതായാലും നമുക്കൊക്കെ കാണിച്ചു തന്നു. അന്ന് അവിടെ വേറൊരു സന്തോഷം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ മാഷിൻ്റെ പിറന്നാളായിരുന്നു കേട്ടോ. അപ്പോൾ മാഷ് ലഡുവൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മക്കൾക്കൊക്കെ കൊടുത്തു. കുറേ ലഡു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ കുറേ തമാശയൊക്കെ പറഞ്ഞിരുന്നു. അപ്പത്തിന് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതായിട്ടില്ല. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. മക്കളെല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളന്ന് 4 മണിക്ക് വന്നതായിരുന്നു. പിന്നെ ഞങ്ങൾ പോണത് രാത്രി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പിയിലാണ്. എന്തായാലും നമുക്ക് പ്രൈസ് അടിച്ചല്ലോ, അതന്നെ ഇതിലേറെ വലിയ സന്തോഷം അതാണ്. പക്ഷേ അതുകൂടെ ഒരു സന്തോഷം നമ്മൾ മക്കൾക്ക് കൊടുക്കുക മാത്രം. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ വന്നതായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മാഷ പിറന്നാളിൻ്റെ കാര്യം. അപ്പോൾ ഈ മാഷിൻ്റെ പിറന്നാളായിരുന്നു കേട്ടോ. അപ്പോൾ മാഷ് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, മാഷ് ലഡുവൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് തന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ ഭക്ഷണത്തിന് ഓർഡർ കൊടുത്തതിൻ്റെ അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം ശരിയായിട്ടുണ്ട്, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് പോയി. ഫുഡൊക്കെ പല തരത്തിലുണ്ടായിരുന്നു കേട്ടോ. താറാവ് ഉണ്ടായിരുന്നു, മീൻ ഉണ്ടായിരുന്നു. മീനൊക്കെ അവിടെ വളർത്തുന്ന കുളത്തത്തെ മീൻ തന്നെയാണ് കേട്ടോ നമുക്ക് പൊള്ളിച്ചൊക്കെ തരുന്നത്. പിന്നെ പൊറോട്ട ഉണ്ടായിരുന്നു, വെള്ളപ്പം ഉണ്ടായിരുന്നു, കപ്പ ഉണ്ടായിരുന്നു, മീൻകറി, പറയാൻ വയ്യ പല തരത്തിലുള്ള ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ ഷിബി ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ല, അതിൻ്റെ ബില്ലടയ്ക്കണതും അവൾ തന്നെയാണ്. അപ്പം മൊത്തത്തിൽ അവളാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് നോൽമ്പായ കാരണം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാനൊരു ചപ്പാത്തി മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്താ വന്നത് വെച്ചാൽ, ഇവരെയൊക്കെ കൂട്ടത്തിലിരുന്ന് നമ്മളിങ്ങനെ ഒരു സന്തോഷം പങ്കിടുമ്പോൾ എല്ലാവരും വരണം എന്നുള്ളതാണല്ലോ. അപ്പോൾ ആ ഒരു ഇതിൽ വന്നതാണ്. പക്ഷേ നമുക്ക് നല്ല സന്തോഷമായിട്ടുണ്ട്. എല്ലാവരും കൂടി ഇങ്ങനെ ചേർന്ന് കഴിച്ചു, നമുക്കിത് പ്രൈസ് അടിച്ചു. അപ്പോൾ ആ ഒരു സന്തോഷമൊക്കെ നിങ്ങളെയും കൂടി അറിയിക്കാമെന്നുള്ളൊരു രീതിയിൽ അപ്പോൾ നമ്മൾ പോയത് ഒന്ന് വീഡിയോ എടുത്തു. ഇതൊക്കെ ഒരു മോൻ്റെ അമ്മയാണ് കേട്ടോ, രമ്യ ടീച്ചറാണ്. അവർ കഴിച്ചിട്ടും അങ്ങോട്ട് കഴിയണുണ്ടായിരുന്നില്ല, കളിച്ചിരിക്കുകയായിരുന്നു. പിന്നെ എന്താ അറിയോ, അന്നത്തെ ദിവസം അവർക്കണ്ട് കൊടുത്തു കേട്ടോ. അവർ കഷ്ടപ്പെട്ട് നേടിയൊരു സന്തോഷമല്ലേ. അപ്പോൾ അന്നത്തെ ദിവസം മക്കൾക്കാണ് കൊടുത്തു. നമ്മൾ അവരെ കൂടുതലൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തർ എല്ലാവരോടും യാത്ര പറഞ്ഞ് അങ്ങനെ പോവുകയാണ്. പിന്നെ വൈകുന്നേരം ഏട്ടനാണ് കൊണ്ടുവരാൻ വന്നിട്ടുണ്ടായിരുന്നത്. രാത്രി ആയപ്പോൾ തന്നെ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ടാറ്റാ.